ഹലോ, നമ്മൾ ഇന്ന് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ സെക്കൻഡ് മോഡ്യൂളിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്, അതായത് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് വെർച്വലൈസേഷൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇനി അതിൽ കുറച്ച് വെർച്വലൈസേഷൻ ടെക്നോളജി എക്സാമ്പിൾസ് എന്ന് പറയുന്ന പോർഷനാണുള്ളത്. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോസിൽ നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു PDF ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, എനിഹൗ നമ്മൾ ഈ പഠിച്ച വെർച്വലൈസേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വെർച്വലൈസേഷൻ വന്നത് വഴിയുള്ള പ്രോസും കോൺസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെർച്വലൈസേഷൻ എന്താണെന്ന് ഈ കഴിഞ്ഞ 2 വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെർച്വലി സെർവറോ ഡെസ്ക്ടോപ്പോ സ്റ്റോറേജ് ഡിവൈസുകളോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ വിർച്വലി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർച്വലൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം വെർച്വലൈസേഷൻ വഴി നമുക്ക് ഒരു റിസോഴ്സിൻ്റെ ഒരു ഫിസിക്കലി ഒരു റിസോഴ്സേ കാണുകയുള്ളൂ, അതിൻ്റെ പല ഇൻസ്റ്റൻസായിട്ട് ഒരു യൂസറിന് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ തന്നെ പല ഇൻസ്റ്റൻസുകൾ നമുക്ക് കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയാണ് വെർച്വലൈസേഷൻ വഴി കിട്ടുന്നത്. വെർച്വലൈസേഷൻ അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ റിസോഴ്സേ അവിടെ കാണുള്ളൂ, പക്ഷെ മെനി വിർച്വൽ റിസോഴ്സസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ മെനി വിർച്വൽ റിസോഴ്സിന് പല യൂസേഴ്സിന് അല്ലെങ്കിൽ പല കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻസിന് അവയെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഒരു ഹോസ്റ്റ് മെഷീൻ, എന്താണ് ഒരു ഗസ്റ്റ് മെഷീൻ എന്നൊക്കെ. ഹോസ്റ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ വെർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോസ്റ്റ് മെഷീൻ എന്ന് പറയുന്നത്. ഗസ്റ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വിർച്വൽ മെഷീൻസിനെയാണ്. അതായത് ഇറ്റ് മേ ബി എയ്തർ വിർച്വൽ സെർവേഴ്സ് ഓർ വിർച്വൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഓർ വിർച്വൽ ആപ്ലിക്കേഷൻസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കസ്റ്റമേഴ്സ് വിഷ്. അയാളുടെ വിഷ് അല്ലെങ്കിൽ അയാളുടെ ആവശ്യകത അനുസരിച്ചായിരിക്കും അയാൾ ക്രിയേറ്റ് ചെയ്യുന്നത് വിർച്വൽ മെഷീൻസ്. ആ വിർച്വൽ മെഷീൻസിനെ നമ്മൾ പറയുന്നത് ഗസ്റ്റ് മെഷീൻ എന്നാണ്. സോ എന്തിനാണ് നമ്മൾ വൈ വി ആർ യൂസിങ് വിർച്വലൈസേഷൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഒന്നുകൂടെ പറയാം. വിർച്വലൈസേഷൻ വരുന്നതിന് മുൻപ് നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെന്ന് പറഞ്ഞാൽ ഒരു ക്ലൗഡ് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് കുറച്ച് സെർവർ സ്പേസ് കാണും, കുറച്ച് സ്റ്റോറേജ് ഡിവൈസസ് കാണും, അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് കാണും. ഇതെല്ലാം കൂടെ ചേർത്തായിരിക്കും ഒരു ക്ലൗഡ് വെണ്ടർ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് സം സ്റ്റോറേജ് അല്ലെങ്കിൽ ഡേറ്റാ ബേസ്, ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് എ സെർവർ ഫെസിലിറ്റി, പിന്നെ അത് റിലേറ്റ് ചെയ്തുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, നെറ്റ്വർക്കിംഗ് ഡിവൈസസ് കാണും. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ ക്ലൗഡായിട്ടായിരിക്കും ആ യൂസർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അത് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ ഇപ്പോൾ ചില ഓർഗനൈസേഷൻ അതിൻ്റെ സെർവർ സൈഡ് മാത്രം മതിയാകും, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷന് ഒരു ക്ലൗഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒരു സർവീസ് മാത്രം യൂട്ടിലൈസ് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻ ജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ആ ഒരു ക്ലൗഡ് ഉപയോഗിക്കുന്നത്. അപ്പം അൺവാണ്ടഡ് ആയിട്ട് കുറേ സർവീസസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ നഷ്ടമാകുന്നു. ആ ക്ലൗഡിൽ തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവവും എഫിഷ്യൻസി എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അതുമൂലം ഒരുപാട് കോസ്റ്റ് ചിലവാണ്. ഇപ്പോൾ ഈ റെൻറ്റിന് എടുക്കുന്നത് തന്നെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. ഈ ഒരൊറ്റ ക്ലൗഡ് ഫുള്ള് കംപ്ലീറ്റ്ലി ഇത് എടുക്കുമ്പോഴത്തേക്കും അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. യൂസ് ചെയ്യാതെ കസ്റ്റമർ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ എന്നോണമാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന അപ്രോച്ച് വന്നത്. അവിടെ നമ്മൾ ഇത് ഫുൾ ഒരൊറ്റ ക്ലൗഡ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ഒരു സർവീസ് മാത്രം അത് പർച്ചേസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചിലപ്പം ഒരാൾക്ക് സ്റ്റോറേജ് സ്പേസ് മാത്രം മതിയാവും. ഹി വിൽ ബി റെൻറ്റിങ് ദാറ്റ്
പർട്ടിക്കുലർ സ്റ്റോറേജ് സ്പേസ് എലോൺ. ചിലർക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷൻ സർവീസ് ആയിരിക്കും, അത് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റെലവൻസ് ഓഫ് വെർച്വലൈസേഷൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെർച്വലൈസേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വെർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് വഴി ഉണ്ടായ അഡ്വാൻറ്റേജസ് ആണ്. ആദ്യത്തെ തന്നെ നമുക്ക് യൂട്ടിലൈസേഷൻ ഓഫ് ഹാർഡ്വെയർ എഫിഷ്യൻ്റ്ലി. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമ്മുടെ ഹാർഡ്വെയർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിർച്വലൈസേഷൻ ഹാർഡ്വെയർ ഈസ് എഫിഷ്യൻ്റ്ലി യൂസ്ഡ് ബൈ യൂസർ ആസ് വെൽ ആസ് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ മാത്രമല്ല, യൂസറിനും ആ ഹാർഡ്വെയറിനെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് ദ നീഡ് ഓഫ് ഫിസിക്കൽ ഹാർഡ്വെയർ സിസ്റ്റം ഫോർ ദ യൂസർ ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ലെസ് കോസ്റ്റ്ലി. അതായത് യൂസറിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഹാർഡ്വെയർ സിസ്റ്റം മാത്രമേ ആ യൂസർ ഉപയോഗിക്കുന്നുള്ളൂ. അതുവഴി ലെസ് കോസ്റ്റ്ലി ആയിട്ട് യൂസറിന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സർവീസ് പ്രൊവൈഡറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ്, ദേ വിൽ വൈറ്റലൈസ് ദ ഹാർഡ്വെയർ യൂസിങ് ഹാർഡ്വെയർ വിച്വലൈസേഷൻ വിച്ച് ഡിക്രീസസ് ദ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് ഫ്രം വെൻഡർ സൈഡ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു യൂസർ ഈസ് ഡിക്രീസ്ഡ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു ഫുള്ള് ക്ലൗഡ് പർച്ചേസ് ചെയ്യുന്നു, അടുത്ത ഓർഗനൈസേഷൻ വന്ന് അടുത്ത ക്ലൗഡ് ഫുള്ള് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ ഈ സർവീസ് പ്രൊവൈഡറിന് എന്താണ്, ഒരുപാട് ക്ലൗഡ്സുകൾ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ ഹി വിൽ ബി ഹാവിങ് ഡിഫിക്കൽട്ടീസ്. പക്ഷേ വെർച്വലൈസേഷൻ വഴി എന്താണ്, ഒരു ഓർഗനൈസേഷൻ വന്ന് ഒരു പർട്ടിക്കുലർ ക്ലൗഡിലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ആയിരിക്കും അത് പർച്ചേസ് ചെയ്യുന്നത്. അത്രയും മാത്രമേ ഡിഫിക്കൽട്ടി വരുന്നുള്ളൂ. അപ്പം മോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് ആ ഹാർഡ്വെയർസിന് ഉപയോഗിക്കാൻ പറ്റുന്നു. വളരെ കുറച്ച് ക്ലൗഡ്സും ഈ സർവീസ് പ്രൊവൈഡറിൻ്റെ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്താൽ മതിയാവും പഴയ കേസിൽ നിന്നും. ഓക്കെ, അപ്പോൾ വിർച്വലൈസേഷന് മുൻപ് കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻ ഹാവ് ടു സെറ്റ് അപ്പ് ദെയർ ഓൺ സെർവർ വിച്ച് റിക്വയർ എക്സ്ട്രാ സ്പേസ് ഫോർ പ്ലേസിംഗ് ദം, എഞ്ചിനീയേഴ്സ് ടു ചെക്ക് ഇറ്റ്സ് പെർഫോമൻസ് ആൻഡ് റിക്വയർ എക്സ്ട്രാ ഹാർഡ്വെയർ കോസ്റ്റ്. ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിർച്വലൈസേഷൻ all these limitations are removed by cloud vendors who provide physical services without setting up any physical hardware system. ഈ ഓരോ ഓർഗനൈസേഷനും ഒരു ക്ലൗഡ് പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ റെൻ്റ് ചെയ്യുക വഴി അവർക്ക് ജസ്റ്റ് ചുമ്മാ പിന്നെ ക്ലൗഡ് പർച്ചേസ് ചെയ്താൽ എല്ലാം കഴിയുന്നില്ല. ആ ക്ലൗഡ് മാനേജ് ചെയ്യാൻ, അതിൻ്റെ സെർവർ മാനേജ് ചെയ്യാനും അതിൻ്റെ ഡേറ്റാബേസ് മാനേജ് ചെയ്യാനും എല്ലാത്തിനുമായിട്ട് ഒരു ഓർഗനൈസേഷൻ ഒരു എംപ്ലോയിയെ ചുമതലപ്പെടുത്തേണ്ടിയിരുന്നു. He has to manage all the things. അപ്പോൾ എക്സ്ട്രാ ഒരു ഹാർഡ്വെയർ കോസ്റ്റും ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ ഒരു എംപ്ലോയി അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുത്തേണ്ടി വരും. ക്ലൗഡ് സർവീസുകളെല്ലാം മാനേജ് ചെയ്യാനും ആ പർച്ചേസ് ചെയ്ത ക്ലൗഡിൽ ഡേറ്റാബേസുകളെല്ലാം ഹാൻഡിൽ ചെയ്യാനും എല്ലാത്തിനും വേണ്ടി. ഓക്കെ, സോ വിർച്വലൈസേഷൻ വഴി നമുക്ക് ഈ ലിമിറ്റേഷൻസിനെ എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു ഓർഗനൈസേഷൻ അവർക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ സർവീസിനെ മാത്രമായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി ഈസിലി മാനേജ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഇൻക്രീസസ് വിത്ത് വിർച്വലൈസേഷൻ. ഇത് one of the main benefit of virtualization is that it provides advanced features which allow virtual instances to be available all the times. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ വിർച്വലൈസേഷൻ വഴി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് കിട്ടിയിരിക്കുന്ന ഒരു മേജറായിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്. ഈ എല്ലാ ഇൻസ്റ്റൻസുകളും, അതായത് ഇപ്പോൾ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഫിസിക്കൽ റിസോഴ്സുകളാണെങ്കിലും അതിൻ്റെ എല്ലാ ഇൻസ്റ്റൻസുകളും ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും. Okay, so it also has the capability to move virtual instance from one virtual server to another virtual server which is very tedious and risky task in server based system. അതായത് ഇപ്പോൾ നോക്കൂ, ഒരു നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു വിർച്വൽ സെർവർ അത് ഡൗൺ ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഓപ്പറേഷണൽ ഫെയിലിയർ വന്നാൽ നമുക്ക്
പക്ഷേ ആ സെർവർ ഇറ്റ് ഷുഡ് ബി വർക്കിംഗ്. ഒരു കസ്റ്റമർ നോക്കുമ്പം ആ ഓർഗനൈസേഷൻ്റെ സെർവർ വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ഒരു വിർച്വൽ സെർവർ മാത്രമായിരിക്കില്ല ഓർഗനൈസേഷൻ എന്നെ ഉപയോഗിക്കാൻ കിട്ടുന്നത്. ഒരെണ്ണം ഡൗൺ ആയാൽ അതിൻ്റെ മറ്റൊരു ഇൻസ്റ്റൻസ് ആ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനെന്തോ പ്രശ്നമായി, അത് വർക്ക് ചെയ്യുന്നില്ല. അറ്റ് ദ വെരി സെയിം മൊമെൻറ്റ് ബി എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് എടുത്ത് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുന്നു. അപ്പോൾ എന്താ പക്ഷേ സംഭവിക്കുന്നത്, ആ എന്ന് പറയുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏത് സ്റ്റേറ്റിലായിരുന്നോ അത് നമ്മുടെ ഈ ബി എന്ന് പറയുന്നതിലേക്ക് കിട്ടണം. എന്നിട്ട് അവിടെ മുതലായിരിക്കണം കണ്ടിന്യൂ ചെയ്യേണ്ടത്, അല്ലേ? അല്ലാതെ ആദ്യം മുതൽ ഹോം പേജ് മുതൽ പിന്നെ കിട്ടേണ്ട കാര്യമില്ല. ആ യൂസർ എയിൽ ആയിരുന്നപ്പോൾ എവിടെയാണോ നിർത്തിയത് അതിൻ്റെ ബാക്കിയായിട്ട് വേണം ബിയിൽ കിട്ടാനുള്ളത്. അങ്ങനെ ഒരു ഫീച്ചർ നമ്മുടെ വിർച്വലൈസേഷൻ വഴി നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. അതായത് ഏത് മൊമെൻറ്റിലാണോ എന്ന് പറയുന്ന സെർവർ വിർച്വൽ സെർവർ ഹാങ് ആയത്, ആ പർട്ടിക്കുലർ സ്റ്റേറ്റ് നമുക്ക് ഈസി ആയിട്ട് അടുത്ത ഇൻസ്റ്റൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡ്യൂറിങ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഫ്രം വൺ സെർവർ ടു അനദർ ഇറ്റ് എൻഷുവേഴ്സ് ഇറ്റ്സ് സേഫ്റ്റി. അപ്പം മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഡേറ്റയും നമുക്ക് മിസ്സായി പോകാൻ പാടില്ല. അതെല്ലാം സേഫായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് എൻഷുർ ചെയ്യാറുണ്ട്. ഓൾസോ വി ക്യാൻ ആക്സസ് ഇൻഫർമേഷൻ ഫ്രം എനി ലൊക്കേഷൻ ആൻഡ് എനി ടൈം ഫ്രം എനി ഡിവൈസ്. അതാണ് ഒരു പ്രത്യേകത. അതായത് നമുക്ക് ഏതൊരു ഡേറ്റയും ഏതൊരു സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. അതാണ് അവൈലബിലിറ്റി ഇൻക്രീസസ് വിത്ത് വിർച്വലൈസേഷൻ. ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഏതൊരു വെബ്സൈറ്റും അല്ലെങ്കിൽ ഏതൊരു സെർവറും അല്ലെങ്കിൽ ഏതൊരു ഡേറ്റാബേസ് സ്റ്റോറേജും. അൺഅവൈലബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരത്തില്ല. അതാണ് ഈ വിർച്വലൈസേഷൻ വഴിയുള്ള അടുത്ത ഒരു മേജറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ 2 അഡ്വാൻറ്റേജ് പഠിച്ചു. ഒന്ന്, യൂട്ടിലൈസേഷൻ ഓഫ് ഹാർഡ്വെയർ എഫിഷ്യൻ്റ്ലി. രണ്ടാമത്തത്, അവൈലബിലിറ്റി ഇൻക്രീസസ് വിത്ത് വിർച്വലൈസേഷൻ. എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസാസ്റ്റർ റിക്കവറി ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് ഈസി. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയേണ്ടത്. ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ സെർവറിന് എന്തെങ്കിലും ഒരു ഹാങ് ആകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി റിക്കവേർഡ്. ഓക്കെ, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിർച്വലൈസേഷൻ ഡേറ്റ റിക്കവറി, ബാക്കപ്പ്, ഡ്യൂപ്ലിക്കേഷൻ ബിക്കംസ് വെരി ഈസി. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നാൽ നമ്മൾ ഈസിലി അത് റിക്കവർ ചെയ്യാനും അതുപോലെ നമുക്ക് ബാക്കപ്പ്, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റയെ ബാക്കപ്പ് ചെയ്യാനും, ഡ്യൂപ്ലിക്കേഷൻ അതായത് ഒരു സെർവറിലുണ്ടായിരുന്ന എല്ലാ ഡേറ്റ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും വിർച്വലൈസേഷൻ വഴി വളരെ ഈസി ആയിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ സാധാരണ സെർവർ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നപ്പോൾ ഇതുപോലെയുള്ള ഡേറ്റ റിക്കവറി, ഈസി ആയിട്ടുള്ള ഡേറ്റ റിക്കവറി സാധ്യമല്ലായിരുന്നു. ഈ വിർച്വലൈസേഷൻ ടൂൾസ് വഴി നമുക്ക് ഈസി ആയിട്ട് റിയൽ ടൈം ഡേറ്റയെ ബാക്കപ്പ് ചെയ്യാനും റിക്കവർ ചെയ്യാനും മിറർ ചെയ്യാനും ഈസി ആയിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും 0% ഡേറ്റ ലോസ് എൻഷുർ ചെയ്യാനും പറ്റും. സോ ഡിസാസ്റ്റർ റിക്കവറി ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് ഈസി. എഫിഷ്യൻറ്റുമാണ് ഈസിയുമാണ് വിർച്വലൈസേഷൻ വഴി. ഓക്കെ, ഇനി അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വിർച്വലൈസേഷൻ സേവ്സ് എനർജി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലൗഡ് കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഏതെങ്കിലും കുറച്ച് സർവീസുകൾ മാത്രം ഉപയോഗിക്കുന്നു ഒരു ഓർഗനൈസേഷൻ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അടുത്ത ഒരു ഫുൾ ക്ലൗഡ് അടുത്ത കമ്പനി പർച്ചേസ് ചെയ്യുന്നു, അതിലും 1-2 സർവീസുകൾ മാത്രം ഉപയോഗിക്കുന്നു. അതാണോ നല്ലത്? ഒരു ക്ലൗഡിൽ തന്നെ പല ഓർഗനൈസേഷൻ വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ മാത്രം പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എഫിഷ്യൻറ്റ്? ഡെഫിനറ്റ്ലി രണ്ടാമത്തതായിരിക്കും എഫിഷ്യൻറ്റ്. അതുവഴി നമുക്ക് ഒരുപാട് സ്പേസും ഒരുപാട് എനർജിയും സേവ് ചെയ്യാൻ പറ്റും. സോ വിർച്വലൈസേഷൻ വിൽ ഹെൽപ്പ് ടു സേവ് എനർജി ബിക്കോസ് വൈൽ മൂവിങ് ഫ്രം ഫിസിക്കൽ സെർവേഴ്സ് ടു വിർച്വൽ സെർവേഴ്സ് ദ നമ്പർ ഓഫ് സെർവേഴ്സ് ഡിക്രീസ്ഡ്. ഡ്യൂ ടു ദിസ് മന്ത്ലി പവർ ആൻഡ് കൂളിംഗ് കോസ്റ്റ് ഡിക്രീസ്ഡ് വിച്ച് വിൽ സേവ് മണി ആസ് വെൽ. അപ്പോൾ അതുവഴി നമുക്ക് വിർച്വൽ സെർവേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് വഴി നമുക്ക്
കൂളിംഗ് കോസ്റ്റ്, അതായത് നമ്പർ ഓഫ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റി. അതുവഴി കൂളിംഗ് കോസ്റ്റും പവറും എല്ലാം ഡിക്രീസ് ചെയ്യാൻ പറ്റി. അതുവഴി മണിയും സേവ് ചെയ്യാൻ പറ്റി. സോ ആസ് കൂളിംഗ് കോസ്റ്റ് റെഡ്യൂസ്ഡ് ഇറ്റ് മീൻസ് കാർബൺ പ്രൊഡക്ഷൻ ബൈ ഡിവൈസസ് ഓൾസോ ഡിക്രീസ്ഡ്. കൂളിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തത് വഴി കാർബൺ പ്രൊഡക്ഷനും അതുവഴി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഫ്രഷ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ എൻവയൺമെൻറ്റ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വെർച്വലൈസേഷൻ saves energy as well as it is providing pollution free environment. ഓക്കെ, അതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം, ക്വിക്ക് ആൻഡ് ഈസി സെറ്റപ്പ്. അതായത് നമ്മുടെ പഴയ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മളൊരു സെർവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ആദ്യം നമ്മളത് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്തിട്ട് അത് നമുക്ക് ഷിപ്മെൻ്റാണ്. സെർവർ നമ്മൾ അമേരിക്കയിലോ കാനഡയിലോ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അത് ഷിപ്പ് ചെയ്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. ദെൻ നാട്ടിലെത്തിയാലും പിന്നെയും സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഹ്യൂജ് പ്രോസസ്സാണ്. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, നമുക്കൊരു പ്രൊഫഷണൽ വേണം. ആ പ്രൊഫഷണൽ ഇരുന്ന് വളരെ നേരം സമയമെടുത്ത് വേണം അത് സെറ്റപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും അതിൽ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസും എല്ലാം നമുക്ക് റിക്വയർഡ് സോഫ്റ്റ്വെയർസ് എല്ലാം നമുക്കതിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. എന്നാലേ നമുക്കത് ഫുള്ളി ഫങ്ഷണലാക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. പക്ഷേ വെർച്വലൈസേഷൻ വന്നതോടുകൂടി ഇതുപോലെ സെറ്റിംഗ് അപ്പോ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സെർവറിനെയും എല്ലാത്തിനെയും നമുക്ക് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഒരു അഡ്വാൻറ്റേജ്, ക്ലൗഡ് മൈഗ്രേഷൻ ബിക്കംസ് ഈസി. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ക്ലൗഡിലേക്ക് ഇഫ് ദേ ആർ യൂസിങ് ദ ട്രഡീഷണൽ സെർവർ ആൻഡ് ദേ വിഷ് ടു മൈഗ്രേറ്റ് ടു എ ക്ലൗഡ് സെർവർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വിർച്വൽ സെർവറിലേക്കാണ് നമ്മൾ മാറുന്നതെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു മൈഗ്രേറ്റ്. അപ്പം ഇപ്പോൾ ട്രഡീഷണലായിട്ടൊരു സെർവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദേ വിൽ ബി വെരി ആംബിഗ്യസ് ദാറ്റ് വെദർ ദേ ഹാവ് ടു മൂവ് ഓർ വെദർ ദേ ഹാവ് ടു മൈഗ്രേറ്റ് ടു എ ക്ലൗഡ് സെർവർ. അപ്പോൾ they should understand that it is very cost effective to shift to cloud services because all the data that are present in their servers can be easily migrated into the cloud server and save something from maintenance charge, power consumption, cooling cost to server maintenance engineer etc. അതായത് they should understand, എന്താണ് മനസ്സിലാക്കേണ്ടത്, ഓർഗനൈസേഷൻസ് മനസ്സിലാക്കേണ്ടത് അവർക്ക് ഈസി ആയിട്ട് ക്ലൗഡ് സെർവറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയും. അതുവഴി എന്തൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സെർവർ മെയിൻ്റനൻസിന് വേണ്ടി സെർവർ മെയിൻ്റനൻസ് ചാർജ് നമുക്ക് അത് തടയാൻ കഴിയും. അതുപോലെ പവർ കൺസംഷൻ, കൂളിംഗ് കോസ്റ്റ് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സെർവർ മെയിൻ്റനൻസ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലിക്ക് ആളെ നമുക്ക് നിയമിക്കേണ്ടി വരത്തില്ല. അതുവഴിയുള്ള കോസ്റ്റും എല്ലാം നമുക്ക് കുറയ്ക്കാൻ കഴിയും. സോ ക്ലൗഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ ഈ 5 അഡ്വാൻറ്റേജസ് ആണ് മേജറായിട്ട് വിർച്വലൈസേഷനുള്ളത്. ആദ്യത്തേത് യൂട്ടിലൈസേഷൻ ഓഫ് ഹാർഡ്വെയർ എഫിഷ്യൻ്റ്ലി. Availability increases with the virtualization. Disaster recovery is efficient and easy. Virtualization saves energy. Quick and easy setup. Migration becomes easy. Okay. സോറി, 5 അല്ല 6 അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ ഡിസഡ്വാൻറ്റേജസ് നോക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻറ്റേജസ് ആണ് മേജറായിട്ട് നിൽക്കുന്നത്. ഡിസഡ്വാൻറ്റേജസ് വളരെ കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ ഇപ്പോൾ അതിനെ കുറയ്ക്കാൻ, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ്സ് സ്വീകരിക്കുകയേ നിർവാഹമുള്ളൂ. വി ഹാഡ് ഓൾറെഡി മൂവ്ഡ് ടു ദ വിർച്വലൈസേഷൻ സർവീസസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സോ ഈ ഡിസഡ്വാൻറ്റേജസിനെ കുറയ്ക്കുക, മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ള ഏതെങ്കിലും ഒരു അപ്രോച്ച് മാത്രമേ നമ്മൾ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്യാൻ ബി അറ്റ് റിസ്ക്.
അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ അവർ കുറച്ച് ഒരു ഡേറ്റാബേസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കരുതുക. ആൻഡ് ദേ ആർ സ്റ്റോറിങ് ദെയർ എംപ്ലോയീസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൺ ടു ദാറ്റ് ഡേറ്റാബേസ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ക്ലൗഡ്, ഏതെങ്കിലും ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡറിൽ നിന്നായിരിക്കും വി വിൽ ബി പർച്ചേസിങ് ദാറ്റ് ഡേറ്റാബേസ്, വിർച്വൽ ഡേറ്റാബേസ് അല്ലേ. പക്ഷേ ക്യാൻ വി, നമുക്ക് അവരെ വിശ്വസിക്കാൻ കഴിയില്ല. വി കാൺ ബിലീവ് ദ സർവീസ് പ്രൊവൈഡർ ഇഫ് ദേ ആർ നോട്ട് യൂസിങ് പ്രോപ്പർ എൻക്രിപ്ഷൻ ഓർ സെക്യൂരിറ്റി മെത്തേഡ്സ്. സം ഹാക്കേഴ്സ് ക്യാൻ ഈസിലി ഹാക്ക് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ദ എംപ്ലോയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് വി നീഡ് ടു ബി അവെയർ. Okay, so working on virtual instances on shared resources means that our data is hosted on third party resource, which puts our data in vulnerable condition. Definitely നമ്മൾ ഒരു തേർഡ് പാർട്ടി ക്ലൗഡിൻ്റെ ഒരു സർവീസാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ദെയർഫോർ ഇഫ് വി ആർ പുട്ടിങ് ദ ഡേറ്റ ഓൺ ടു ദാറ്റ് പർട്ടിക്കുലർ സർവീസ് database or any server service or anything, definitely the data will be in a vulnerable state. So any hacker can attack on our data and try to perform unauthorized access. അപ്പം നമ്മൾ ഈ സർവീസ് പ്രൊവൈഡർ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി മെത്തഡോളജീസ് ഒന്നും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി എ ഹാക്കർ ക്യാൻ ഈസിലി പെർഫോം അൺഓതറൈസ്ഡ് ആക്സസ്. സോ വിത്തൗട്ട് എ സെക്യൂരിറ്റി സൊല്യൂഷൻ അവർ ഡേറ്റ ഈസ് ഇൻ ത്രെറ്റൻ സിറ്റുവേഷൻ. അപ്പം ക്ലൗഡിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. മെനി റിസർച്ചേഴ്സ് ആർ നൗ കമ്മിങ് അപ്പ്. എനിക്ക് തോന്നുന്നു നിങ്ങളെടുത്ത ഒരു ആരോ എടുത്ത 1-2 IEEE പേപ്പറും സെമിനാറിൻ്റെ പേപ്പർ തന്നെ ഈ ക്ലൗഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ചാണ്. ഇറ്റ് ഈസ് എ വെരി റിലവൻറ്റ് ടോപ്പിക്കാണത്. ഓക്കെ, സോ ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിസഡ്വാൻറ്റേജസിനെ കുറയ്ക്കാനുള്ള, മിറ്റിഗേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തഡോളജീസ്, അതായത് ഇപ്പോൾ ഡേറ്റ റിസ്കിലായിരിക്കും എന്ന് കരുതി നമ്മൾ ക്ലൗഡ് സർവീസ് ഉപയോഗിക്കാതിരിക്കില്ല. സോ ഡേറ്റ റിസ്കിലാകുന്നെങ്കിൽ അതിന് പകരമായിട്ടുള്ള സെക്യൂരിറ്റി സർവീസ് എന്താണ് കൊടുക്കാൻ പറ്റുക അത് കൊടുക്കാൻ ശ്രമിക്കുക, അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ലേണിംഗ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ട്രഡീഷണൽ സെർവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇഫ് ദേ വോണ്ട് ടു ഷിഫ്റ്റ് ടു ക്ലൗഡിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ ആ ഓർഗനൈസേഷനിൽ ഒരു സ്കിൽഡ് സ്റ്റാഫ്, ക്ലൗഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽഡ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദേ നീഡ് ടു ഹയർ ഇൻ ന്യൂ IT സ്റ്റാഫ് വിത്ത് റിലവൻറ്റ് ക്ലൗഡ് സർവീസ് സ്കിൽസ് ഓർ പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ ദാറ്റ് സ്കിൽ വിച്ച് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് കമ്പനി. ഇപ്പോൾ അങ്ങനെ ഒരാളെ ഹയർ ചെയ്യുന്നില്ല എങ്കിൽ എക്സിസ്റ്റിംഗ് ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ട്രെയിനിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹയറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പനീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഹാവ് ടു ബെയർ. ഓക്കെ, അതാണ് അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ നമ്മുടെ ലോങ് ടേം അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓൾ ഓഫ് ദ ഓർഗനൈസേഷൻസ് വിൽ ഡെഫിനറ്റ്ലി ഹയർ എ ന്യൂ പേഴ്സണാലിറ്റി ഓർ ദേ വിൽ ബി ഡൂയിങ് എനി ട്രെയിനിങ്. ഓക്കെ, ഇനി അടുത്തത് ഹൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമ്മുടെ ഒരു സത്യമാണ്. അതായത് വിർച്വലൈസേഷൻ വഴി ഒരുപാട് കോസ്റ്റ് കമ്പനീസിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ്, കൂളിംഗ് കോസ്റ്റ്, അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ കഴിയും, ഡെഫിനറ്റ്ലി കുറയ്ക്കാൻ കഴിയും. പക്ഷേ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂമറസ് സർവീസസ് വിച്ച് ആർ നോട്ട് റിക്വയർഡ് ആൻഡ് വെൻ അൺസ്കിൽഡ് ഓർഗനൈസേഷൻ വിൽ ട്രൈ ടു സെറ്റപ്പ് ഇൻ ക്ലൗഡ് ദേ പർച്ചേസ് അൺനെസസറി സർവീസസ് വിച്ച് ആർ നോട്ട് ഈവൻ റിക്വയർഡ് ടു ദം. അതായത് ഇപ്പം ഈ ഒരു ക്ലൗഡ് സർവീസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാതെ ഒരു ഓർഗനൈസേഷൻ ഒരു ക്ലൗഡ് സർവീസ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ചൂസിങ് ആൻ അൺവാണ്ടഡ് ആയിട്ടുള്ള സർവീസുകളെ പർച്ചേസ് ചെയ്ത് അവർക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള
സർവീസുകളെ പർച്ചേസ് ചെയ്ത് കോസ്റ്റ് അവർക്ക് കൂടുകയും ചെയ്യും. അതായത് ഈ ക്ലൗഡ് പർച്ചേസിങ്ങും എല്ലാം നമ്മൾ ഓൺലൈനായിട്ടായിരിക്കും ചെയ്യുന്നത്. ഓൺലൈനിൽ ഈ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് മോസ്റ്റ് ഓഫ് ദ സർവീസസ് ബൈ ഡിഫോൾട്ട് ടിക്കറ്റ് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊന്നും ശരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ ആവശ്യമില്ലാത്തതായിരിക്കും. അത് ഏതൊക്കെയാണ് ആവശ്യമുള്ളത്, ഏതൊക്കെയാണ് ആവശ്യമില്ലാത്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതിരുന്നാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ഡിസഡ്വാൻറ്റേജസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിസഡ്വാൻറ്റേജസിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസും നോക്കേണ്ടത്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് വിർച്വലൈസേഷൻ. ഇതൊരു എസ്സേക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ മോഡ്യൂൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി 5th മോഡ്യൂൾ പഠിപ്പിക്കും. ഓക്കെ, താങ്ക് യു.